രാഷ്ട്രീയത്തിലായാലും സാംസ്കാരിക സംഘടനകളിലായാലും മാക്ടയിലും ഫെഫ്കയിലും ഒക്കെ ആയാലും സഹകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, കയ്യിൽ നിന്ന് കുറേ കാശ് പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ അവസരങ്ങളാണതൊക്കെ. ഇപ്പം ഞാൻ ഫെഫ്കയുടെ അല്ലെങ്കിൽ മാക്ടയുടെ, ആദ്യം മാക്ടയുടെ പറയാം, മാക്ടയുടെ സജീവ പ്രവർത്തനമായി നിന്നില്ലായിരുന്നെങ്കിൽ ജോൺ പോൾ അടക്കം, അങ്കിളടക്കം, കല്ലു ഡെന്നീസ് അടക്കം, അല്ലെങ്കിൽ സിബി മലയിൽ, കമൽ, ഇങ്ങനെ മലയാളത്തിലെ എണ്ണം പറയാവുന്ന എല്ലാ സംവിധായകരുമായിട്ട് മാനസികമായി അടുക്കാൻ കഴിഞ്ഞത് മാക്ടയിൽ വർക്ക് ചെയ്തപ്പോഴാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവിൽ ഞാൻ വന്നപ്പോഴാണ്. മാക്ടയുടെ പ്രോഗ്രാമുകൾ, സംഗീത സംഗമം, ഇതുപോലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ എല്ലാ സിനിമാക്കാരും ഒത്തുകൂടുന്നതല്ലേ. അതുപോലെ തന്നെ മാക്ട ഫെഡറേഷനെ പൊളിച്ചടക്കി ഫെഫ്ക ഉണ്ടാക്കിയപ്പോഴും എനിക്ക് ഒരുപാട് പേരെ സൗഹൃദം ഉണ്ടായത് ആ സംഘടനയിൽ എക്സിക്യൂട്ടീവിൽ, ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത് ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്ന ആളാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിലുണ്ടായത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമയിലുള്ള ആൾക്കാരെ മാത്രമല്ല നമ്മൾ പരിചയപ്പെടും. ഇതങ്ങനെയല്ല. ഒരു എക്സിക്യൂട്ടീവിന് ചെന്നാൽ, രാവിലെ ജനശതാബ്ദി ചെന്ന് എറണാകുളത്ത് ഇറങ്ങിയാൽ, 9:30 ചെന്നിറങ്ങിയാൽ എക്സിക്യൂട്ടീവ് 11 മണിക്കായിരിക്കും. അവിടെ നിന്ന് ഒരു ആട്ടോ പിടിച്ച് കല്ലൂരുള്ള ഓഫീസിൽ ചെന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം സമയം കിട്ടും. അപ്പോൾ കമ്മിറ്റി പങ്കെടുക്കാനായിട്ട് വരുന്ന ഓരോരുത്തരോടും ഇരുന്ന് സംസാരിച്ച് നല്ല ബന്ധമായിരുന്നു. അങ്ങനെ ബന്ധമുണ്ടാക്കിയതിലൊരാളാണ് ശ്രീമൂലനഗരം മോഹൻ. അദ്ദേഹം സർക്കാരിൻ്റെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് നാടകം എഴുതി, അദ്ദേഹം ജോലി ചെയ്യുന്ന സർക്കാർ സ്ഥാപനത്തിലെ അഴിമതിയെക്കുറിച്ച് നാടകം എഴുതി അവതരിപ്പിച്ച് വലിയ വാദകോലാഹലങ്ങൾ ഉണ്ടാക്കിയ എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. അഷ്ടബന്ധുവൊക്കെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയാണ്. ശ്രീമൂലനഗരം മോഹൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, കൽപ്പാന്ത കാലത്തോളം കാതരേ എന്നുള്ള പാട്ടെഴുതിയ സംവിധായകനായ ശ്രീമൂലനഗരം വിജയൻ്റെ അനുജനാണ് ശ്രീമൂലനഗരം മോഹൻ. കാവിജുബയും കാവിലും മുണ്ട് കൊടുത്ത് നടക്കുന്ന, താടി ഊശാതാടി ഇങ്ങനെ നീളത്തിൽ വളർത്തി ഒരു സാഹസ മനുഷ്യൻ, നല്ല പെരുമാറ്റമാണ് മോഹനേട്ടൻ. എന്തുകൊണ്ടാണ് മോഹനേട്ടൻ എന്നെ ഇഷ്ടമാണ്? വളരെ കാര്യമായിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള വിളി അല്പം കുറഞ്ഞത്. അത് ഞാൻ ഈ പറയുന്ന കഥയുമായി ബന്ധപ്പെട്ടായിരിക്കാം വിളി കുറഞ്ഞു പോയതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ നിരന്തരമായി എന്നെ വിളിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ ആലുവ പുഴയിൽ എന്തോ വർഷത്തിലൊരിക്കൽ തുറക്കുന്ന ഒരു അമ്പലമുണ്ടല്ലോ, ആ അമ്പലത്തിലെ എന്തോ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ സിന്ധു കൂട്ടുകാരുമൊക്കെ ആയിട്ട് ബസ്സിൽ ആ തിരുവൈരാണിക്കുളം എന്ന് പറഞ്ഞ അമ്പലത്തിൽ തൊഴാനൊക്കെ പോകുമ്പോൾ ഞാൻ മോഹനേട്ടനെ വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം അവിടെ കമ്മിറ്റിക്കാരുമായിട്ട് സംസാരിച്ച് എന്താ പറയുക, കണ്ണത്താവ് ദൂരത്തുള്ള ക്യൂവിലൊന്നും നിൽക്കാതെ കയറി ദേവിയെ തൊഴാനൊക്കെ ഉള്ള അവസരം, ദേവനെ തൊഴാനുള്ള അവസരമൊക്കെ ശ്രീമൂലനഗരം മോഹൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അത്രയും ബന്ധമായിരുന്നു മോഹനേട്ടനായിട്ട്. അങ്ങനെ എനിക്ക് ഒരു ദിവസം മോഹനേട്ടൻ എന്നെ വിളിച്ചു. ദിനേശ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എൻ്റെ ചോദിച്ചു, ദിനേശ് ഈ ടെലിഫിലിം എടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ടെലിഫിലിം എടുക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. എത്ര രൂപ ചിലവോ? ഞാൻ പറഞ്ഞത് ഒരു 50,000 രൂപയ്ക്ക് കൊടുക്കാം, 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം, 10 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അത് നമ്മൾ ചെയ്യുന്ന വിഷയവും അതിനു വേണ്ടി വരുന്ന താരങ്ങളും ടെക്നീഷ്യന്മാരുടെയൊക്കെ രീതി അനുസരിച്ചിരിക്കും. എന്തേ അല്ല, നമ്മളൊരു 5 ലക്ഷം രൂപ മുടക്കിയാൽ എത്ര തിരിച്ചു കിട്ടും? 10 പൈസ തിരിച്ചു കിട്ടില്ല. അതെന്ത്? ഞാൻ പറഞ്ഞു 10 പൈസ കിട്ടില്ല, അതിന് സ്പോൺസറായൊന്നും കിട്ടില്ല. ചിലപ്പോൾ നല്ല ക്വാളിറ്റിയിലൊരു സാധനം എടുത്താൽ സംസ്ഥാന അവാർഡിനൊക്കെ മത്സരിച്ചാൽ ചിലപ്പോൾ മികച്ച ടെലിഫിലിമിനുള്ള അവാർഡ് കിട്ടാം. ചിലപ്പോൾ ഈ 5 ലക്ഷം മുടക്കിയതിന് കിട്ടില്ല, 50,000 മുടക്കാത്തതിന് കിട്ടും. അങ്ങനെയൊക്കെയാണ്. എന്ത് ദിനേശേ, മാനന്തവാടിയിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, പൗലോസ്. ദാമോദരൻ മാഷുമായിട്ടും IB ശശിയുമായിട്ടൊക്കെ സിനിമയിൽ ആരുടെയൊക്കെയോ പുള്ളിക്ക് നല്ല ബന്ധമുണ്ട്. പുള്ളിക്കൊരു ടെലിഫിലിം എടുക്കണം, അതിനാരെങ്കിലും സത്യസന്ധനായ ഒരാളെ പരിചയപ്പെടുത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിൻ്റെ പേരാണ് ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞു, മോഹനേട്ടാ, നിങ്ങൾക്ക് ഈ പൗലോസുമായിട്ട് എന്തെങ്കിലും ഒരു സ്നേഹബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയൂ എടുക്കരുതെന്ന്. കാരണം ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ ബജറ്റ് ഇട്ട് ഒരു ടെലിഫിലിം എടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്കെങ്ങനെ പോയാലും ഒരു 50,000 1 ലക്ഷം ഒപ്പിക്കാം. ബാക്കി 4 ലക്ഷം രൂപയിൽ കൃത്യമായിട്ട് ഒരു ടെലിഫിലിം തീർത്ത് ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ആ 5 ലക്ഷവും ഡെഡ് മണി ആവുകയാണ്. അത് വേണമെന്ന് മോഹനേട്ടൻ ചോദിക്കും. അല്ല ദിനേശേ, ഞാൻ ഇനിയിപ്പോൾ നിങ്ങളുടെ എന്തിനാണ് വിളിക്കണേ? അദ്ദേഹം ഒരാളിൻ്റെ പേര് പറഞ്ഞു, മലയാള സിനിമയിലെ ശ്രദ്ധേയനായൊരു സംവിധായകൻ്റെ. ഈ സംവിധായകൻ ഒരു ടെലിഫിലിം എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പൗലോസിനെ മാസങ്ങളോളം ഉപയോഗിച്ചു, ദുരുപയോഗം നടത്തി എന്നുള്ളതാണ്. അയാളെ കൊണ്ട് മുന്തിയ ഹോട്ടലുകളിൽ റൂമെടുത്ത് ചർച്ചയോട് ചർച്ച, വെള്ളമടിയും നല്ല ഭക്ഷണം കഴിച്ചു, നല്ല AC റൂമിൽ കുറേ കാലം ഉറങ്ങി.
പൗലോസിൻ്റെ 2-3 ലക്ഷം രൂപ തീർത്തിട്ട് പോയി എന്നുള്ളതല്ലാതെ അതെങ്ങും എത്തിയില്ല. പക്ഷേ അയാൾക്കൊരു ടെലിഫിലിം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞു, മോനിട്ട ഒരു കാര്യം ചെയ്യും, അയാളോട് എന്നെ വിളിക്കാൻ പറയാം, എൻ്റെ നമ്പർ കൊടുക്കുക, ഞാൻ വിളിച്ച് സംസാരിക്കാം. വലിയ ഉപകാരമായി ദിനേശ്, നീ വിളിക്കുമല്ലോ. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ സംസാരിക്കാം, ഞാൻ സംസാരിച്ച് ഈ ടെലിഫിലിം ചെയ്യരുതെന്ന് പറയാം. വലിയ ഉപകാരം ദിനേശ്, ഞാൻ ദിനേശിൻ്റെ നമ്പർ കൊടുക്കും കേട്ടോ, അയാൾ വിളിക്കും, നീ വിളിക്കണ്ട. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഒരു ദിവസം എന്നെ അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു. ഞാൻ എടുക്കുമ്പോൾ മറുവശത്തു നിന്ന് പറയുന്നു, ഞാൻ ശ്രീമൂല നഗരം മോഹൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, എൻ്റെ പേര് പൗലോസ് എന്നാണ്. ഞാൻ പറഞ്ഞു പറയണം ചേട്ടാ. അപ്പോൾ എന്നെക്കാളും പ്രായമുണ്ട് പൗലോസിന്. പക്ഷേ ഞങ്ങൾ പരിചയപ്പെട്ട ശേഷം ഞാൻ അദ്ദേഹത്തെ പൗലോസ് ചേട്ടാ എന്ന് വിളിക്കുന്ന പോലെ തന്നെ അദ്ദേഹം എന്നെ ദിനേശ് ചേട്ടാ എന്നേ വിളിക്കും. അപ്പോൾ എന്നെ പറഞ്ഞു, എനിക്ക് താങ്കളെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, നമ്മൾ എന്തിനെ കാണണേ, നമ്മൾ കാണണ്ട, ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ, ചോദിക്കും. അങ്ങനെയല്ല ചേട്ടാ, എനിക്കൊന്ന് കാണണം, അതിങ്ങനെ എനിക്കൊരു ടെലിഫിലിം ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യണേ, അത് വെറുതെ നിങ്ങളുടെ പൈസ പോകും കേട്ടോ, അതൊന്നും കാര്യമാക്കണ്ട, എനിക്ക് ചേട്ടനൊന്ന് കാണണം. ഞാൻ പറഞ്ഞു നമുക്ക് കാണാം, സൗകര്യപൂർവ്വം ഒരു ദിവസം വരുന്നതിൻ്റെ തലേ ദിവസം വിളിച്ചാൽ നമുക്ക് കാണാം. 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം എന്നെ വിളിക്കുന്നു ഒരു വൈകുന്നേരം, ദിനേശ് ചേട്ടാ ഞാൻ തിരുവനന്തപുരത്ത് എത്തി. ഞങ്ങളുടെ എത്തിയോ? ഞാനിവിടെ ഹൈലാൻഡ് എന്ന് പറഞ്ഞ തമ്പാനുള്ള ഹോട്ടലിൽ റൂം എടുത്തു, കുളിച്ച് ഫ്രഷായി ആഹാരമൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരാം. ഇപ്പോൾ വരണ്ട ചേട്ടാ. പിന്നെ ഞാനിപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടി പോകും, തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു സിനിമ കണ്ടില്ലെങ്കിൽ മോശമല്ലേ, നമുക്ക് നാളെ രാവിലെ കാണാം ചേട്ടാ. നാളെ രാവിലെ എപ്പോൾ? ഒരു 10-11 മണിക്ക്. ഞാൻ ആയിക്കോട്ടെ, ഒരു 11 മണിയാകുമ്പോൾ ഞാൻ വരാം. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഒരു ടെലിഫിലിം എടുക്കാനുള്ള ചർച്ചയ്ക്ക് വന്ന മനുഷ്യൻ മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട്ട് വന്നു, കോഴിക്കോട്ട് നിന്ന് ചിലപ്പോൾ ബസ് ട്രെയിനിലോ കയറിയായിരിക്കും വന്നത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിച്ച് 1 മണിക്കൂറിനുള്ളിൽ വർത്തമാനമുള്ള പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കിട്ടുന്ന ട്രെയിനിലോ ബസ്സിലോ കയറി തിരിച്ചു പോകേണ്ട മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം അവിടുന്ന് വന്ന് ഹൈലാൻഡിൽ നല്ല കാശ് റൂം റെൻ്റ് ആവുന്ന ഹൈലാൻഡിൽ വന്ന് റൂം എടുത്ത് അവിടെ താമസിക്കുക മാത്രമല്ല, വിളിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വരണ്ട, നാളെ വന്നാൽ മതി. ഞാനിപ്പോൾ സിനിമയ്ക്ക് പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ കുറേ കാശ് കളയാൻ തന്നെ ഇയാൾ നടക്കുന്നത്, ചുമ്മാ അല്ല സിനിമാക്കാരൻ ഇങ്ങനെ പറ്റിച്ചതെന്ന് ഞാൻ ആലോചിച്ചു. കാരണം സിനിമാക്കാരെപ്പോഴും അങ്ങനെയാണെന്നേ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ട് എന്ന് തോന്നിയാൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങി അവിടെ മുതൽ മീറ്റർ അടിക്കാൻ തുടങ്ങും. എങ്ങനെയെല്ലാം ഈ കാശ് മുടക്കുന്നവനെ പറ്റിക്കാമോ അത്രയും പറ്റിച്ചിരിക്കും, ഉറപ്പാണ്. അവനെ കൊണ്ട് നല്ല ഷർട്ട് എടുപ്പിക്കും, അവനെ കൊണ്ട് നല്ല ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതും കൂടെ വാങ്ങിപ്പിക്കും, എന്തെല്ലാം ചെയ്യാമോ എല്ലാം ചെയ്യും. എന്തെങ്കിലും കടം പറഞ്ഞൊരു 50,000 രൂപ കടം വാങ്ങിക്കും, ഒളിപ്പിച്ച് കിടത്തും. ഞാൻ പിറ്റേ ദിവസം രാവിലെ 11 മണിയാകുമ്പോൾ ചെന്നു, ഹൈലാൻഡിൽ ചെന്നു. കഥക്ക് തുറന്നപ്പോൾ തന്നെ എനിക്കൊരു കൗതുകം തോന്നി. കാണാൻ നല്ല രസമുള്ള ഒരാളാണ്, ബുൾഗാൻ താടിയൊക്കെ വെച്ചിട്ട് നല്ല സമൃദ്ധമായ കഷട്ടിയൊക്കെ ഉള്ള, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന, നല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, നാടകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമൊക്കെ ആധികാരികമായി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് ഈ പൗലോസ്. എനിക്കവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തോന്നിയ ഒരു കൗതുകം, മുന്നിലുള്ള മേശപ്പുറത്ത് കുറേ ഒഴിഞ്ഞ മിനറൽ വാട്ടർ കുപ്പികളിരിക്കുന്നു, ഒരു 10-12 എണ്ണം വരും. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇത്രയും മിനറൽ വാട്ടർ കുപ്പി? താങ്കൾ റൂം എടുക്കുമ്പോൾ ഇവർ ക്ലീൻ ചെയ്തിരുന്നില്ല? അയ്യോ ക്ലീനൊക്കെ ചെയ്തിരുന്നു, ഇത് ഞാൻ കുടിച്ചതാണ് ഇന്നലെ കൊണ്ട്, ഒരു രാത്രി കൊണ്ട് കുടിച്ചതാണ്. ഞാൻ 12 ലിറ്റർ വെള്ളം, ഞാൻ ഒരുപാട് വെള്ളം കുടിക്കും ചേട്ടാ. ഞാൻ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഒരു 13 ഗ്ലാസ് വെള്ളം എന്തായാലും ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം കുടിച്ചിരിക്കണം. വെള്ളം കുറഞ്ഞാൽ അപകടമാണ്, വെള്ളം കൂടിയാലും അപകടമാണ്, കാരണം കിഡ്നി ഓവറായിട്ട് ഫങ്ഷൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തമാശകൾ പറഞ്ഞു. കാര്യമെല്ലാം സംസാരിച്ചു. ഇതിനിടയിൽ പുള്ളി അപ്പോഴെപ്പോഴും കട വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്, എനിക്ക് നീട്ടുന്നുണ്ട്. ഞാൻ 1-2 തവണ വാങ്ങിച്ച് കുടിച്ചു, പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. പുള്ളി കുടിക്കുന്നുണ്ട്, അനുസ്യൂതം തുടരുന്നു വെള്ളം കുടി. ഇങ്ങനെ രസം തോന്നി എനിക്ക് ഇയാളെ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അവസാനം ഞാൻ പറഞ്ഞു, വെറുതെ നിങ്ങൾ ഈ 5 ലക്ഷം രൂപ കളഞ്ഞ് ഒരു ടെലിഫിലിം ചെയ്താൽ എനിക്ക് 19,000, 75,000, 1 ലക്ഷമൊക്കെ വാങ്ങിക്കാം, ബാക്കി 4 ലക്ഷം രൂപ കൊണ്ട് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു തരികയും ചെയ്യും. പക്ഷേ എനിക്ക് അന്ന് സ്റ്റുഡിയോ ഉള്ള സമയമാണ്, എൻ്റെ സ്റ്റുഡിയോ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്താൽ സ്റ്റുഡിയോയ്ക്കും കാശ് കിട്ടുമല്ലോ, ക്യാമറയ്ക്കും വർക്ക് കിട്ടും. പക്ഷേ നിങ്ങളിത് ചെയ്യരുതെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് എടുത്താൽ ആകപ്പാട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതൊന്ന് സെൻസർ ചെയ്തെടുത്താൽ സംസ്ഥാന അവാർഡിന് മത്സരിക്കാം. ചിലപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങളെടുത്ത സംസ്ഥാന അവാർഡിന് മത്സരിക്കുന്ന ടെലിഫിലിം ചിലപ്പോൾ 5,000 രൂപയ്ക്കോ 50,000 രൂപയ്ക്ക് എടുക്കുന്ന ഒരു ടെലിഫിലിമായിട്ട് മത്സരിച്ച് ചിലപ്പോൾ അവരടിച്ചുകൊണ്ട് പോകും. അപ്പം നിങ്ങൾ എന്നെ തെറിയും പറയും, 5 ലക്ഷം മുടക്കിയിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ. അതാണ് അവാർഡൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു പൗലോസ് ചേട്ടാ, നിങ്ങളിത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതൊരു തരത്തിലും പുള്ളിക്ക് ബോധ്യമാകുന്നില്ല. പക്ഷേ എവിടെയോ വെച്ച് വർത്തമാനമൊക്കെ അവസാനിപ്പിച്ച് രാത്രി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചോന്ന് എനിക്ക് സംശയമുണ്ട്. കൈ കൊടുത്ത് പിരിഞ്ഞു. ഞാൻ നാളെ രാവിലെ പോകും ചേട്ടാ. ഞങ്ങൾക്ക് ഇന്ന് പോകണില്ലേ? ഇല്ല ഇന്ന് പോകണില്ല, നാളെ രാവിലെ പോകും. അന്ന് രാത്രി കയറിയാൽ രാവിലെ മാനന്തവാടിയിൽ എത്താമായിരുന്നു, പക്ഷേ പുള്ളി അതും വിട്ടു. നാളെ രാവിലത്തെ ട്രെയിനിലേ പോകുന്നുള്ളൂ. അപ്പോൾ നാളെ ചെന്ന് കോഴിക്കോട് ഇറങ്ങും,
അവിടെ ചിലപ്പോൾ റൂം എടുത്ത് താമസിച്ച് മറ്റന്നാളെ പോകണമുള്ളായിരിക്കും മാനന്തവാടിക്ക്. ടെലിഫിലിം ചർച്ചയ്ക്ക് നടക്കായിരിക്കും. എന്തായാലും ഞങ്ങൾ കൈ കൊടുത്ത് പിരിഞ്ഞു. അവിടെ അവസാനിച്ചു. ഇതിനിടയിൽ സുകുമാരൻ ഷാർജായി എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർക്ക് വേണ്ടി ഞങ്ങളൊരു സീരിയലിന് വേണ്ടിയുള്ള സബ്ജക്റ്റിന് പരക്കം പായുന്ന സമയമായിരുന്നു. ആരോ എന്നോട് പറഞ്ഞു, കഥാകാരി KR മീര വേറെ ഏതോ പേരിൽ മനോരമ ആഴ്ചപ്പതിപ്പിൽ നോവലുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ മനോരമയിലെ സബ് എഡിറ്ററാണ് അപ്പോൾ KR മീര. ദിലീപ് ഭർത്താവായ ദിലീപും അടുത്ത സബ് എഡിറ്ററാണ്, മീരയും സബ് എഡിറ്ററാണ്. അങ്ങനെ ഞാൻ മീരയെ വിളിച്ചു, ദിലീപിനെ വിളിച്ചു. ദിലീപ് പറഞ്ഞു, ഞാൻ അതിലൊന്നും ഇടപെടില്ല, ഞാൻ മീരയ്ക്ക് കൊടുക്കാം. അങ്ങനെ മീരയ്ക്ക് ഫോൺ കൊടുത്തു. ഞാൻ മീരയോട് സംസാരിച്ചു. മീര പറഞ്ഞു, ഞാൻ എഴുതുന്നത് S ശ്രീദേവി എന്നുള്ള പേരില്ല. എനിക്ക് തോന്നുന്നു ശ്രീദേവി ദിലീപിൻ്റെ അമ്മയുടെ പേരാണെന്ന് തോന്നുന്നു, അതോ മീരയുടെ അമ്മ, രണ്ടുപേരിൽ ആരുടെ ഒരാളുടെ അമ്മയുടെ പേരാണ് S ശ്രീദേവി. ഞാൻ പറഞ്ഞു, ഞാൻ ഞായറാഴ്ച ഒന്ന് വീട്ടിൽ വരട്ടെ എന്നുണ്ട്. പിന്നെന്തെന്ന് പറഞ്ഞു. ഞാനങ്ങനെ കോട്ടയത്ത് KR മീരയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ മീരയും ഒരു മകളേ ഉള്ളൂ, മകളും ദിലീപാണുള്ള. ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ച് പല പല കാര്യങ്ങൾ പറഞ്ഞ് മീര അപ്പം മനോരമയിൽ എഴുതുന്ന ചില്ലുവിളക്ക് എന്ന് പറഞ്ഞൊരു നോവലിൻ്റെ കഥ പറഞ്ഞതിനോട്. ആ കഥ രസമായിട്ട് എനിക്ക് തോന്നി. കാരണം മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തുന്ന മെഡിക്കൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച ഒരു തനി ബോർണായ ഒരച്ഛൻ്റെ പെൺമക്കളിൽ മൂത്തവളായി ജനിച്ചൊരു പെൺകുട്ടി കഷ്ടപ്പെട്ട് പഠിച്ച് മെറിറ്റിൽ MBBS ചേർന്ന് അവിടെ പഠിക്കുകയും അവിടെ 2 ആൺ സുഹൃത്തുക്കൾ ഈ പെൺകുട്ടിക്കുണ്ട്. ഒരാൾ ഒരു വലിയ ധനാഢ്യനായ, എന്താ പറയുക, കൊലയും നടത്താൻ ഒരു മടിയുമില്ലാത്ത ധനാഢ്യനായ ഒരച്ഛനും 3 ജ്യേഷ്ഠന്മാരുമുള്ള ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ. മറ്റൊന്ന് അമ്മയും മകനും മാത്രമേ ഉള്ളൂ. അമ്മയാണ് അവൻ്റെ സ്വർഗം. പക്ഷേ അവൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ എന്താണെന്ന് പറഞ്ഞാൽ അവൻ പെൺവിഷയത്തിൽ ഭയങ്കര കുഴപ്പക്കാരനാണ്. കാണുന്ന പെൺകുട്ടികളെല്ലാം ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നന്നായിട്ട് മദ്യപിക്കും. ഇതൊന്നും ആരോടും ഷെയർ ചെയ്യാൻ പറയാൻ യാതൊരു മടിയുമില്ലാത്തൊരു ചെറുപ്പക്കാരൻ, പൊട്ടി ചിരിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരൻ. പിന്നെയാണ് അറിയുന്നത് അയാൾ മരണത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അയാൾ ആസ്വദിച്ച് ജീവിക്കുന്നതാണ് അയാളുടെ ജീവിതം. ഈ 3 കൂട്ടുകാരുടെ കഥ, ചില്ലുവിളക്കിൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്കെന്തോ അതൊരു ഭയങ്കര രസം തോന്നി. മീര വിളമ്പി തന്ന ആഹാരം ഉച്ചയ്ക്ക് ദിലീപ്, ഞാനും മോളും എല്ലാം കൂടി ഇരുന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. വീണ്ടും ഞങ്ങൾ പല പല കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു. എത്രയോ മാസത്തിന് ശേഷം എന്നെ പൗലോസ് വിളിക്കുകയാണ്. ദിനേശ് ചേട്ടാ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, പൗലോസ് ഞാനിപ്പോൾ കോട്ടയത്താണ്. എന്ത് ചേട്ടാ കോട്ടയത്ത്? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി, ദിവ്യ മീഡിയ വിഷന് വേണ്ടി ഒരു സീരിയൽ ചെയ്യാനുള്ള സബ്ജക്റ്റ് അന്വേഷിച്ചിറങ്ങിയതാണ്. ഞാൻ നോവലിസ്റ്റ് KR മീരയുടെ വീട്ടിലുണ്ട്. അവർ ഇപ്പോൾ മനോരമയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ചില്ലുവിളക്ക് എന്ന് പറഞ്ഞ കഥയുടെ റൈറ്റ് വാങ്ങാനായിട്ട് വന്നതാണ്. സംസാരിച്ച് ഏതാണ്ട് ധാരണയിലെത്തി. ആര്യേട്ടാ പ്രൊഡ്യൂസർ? ഞാൻ പറഞ്ഞു, അതെൻ്റെ സിനിമയും ഇതൊക്കെ ചെയ്തിട്ടുള്ള മുൻ സീരിയലുകളും എല്ലാം ചെയ്തിട്ടുള്ള സുകുമാരൻ ഷാർജയാണ്. ചേട്ടാ എന്നോട് ഈ ചതി കാണിക്കാൻ പാടില്ല. ഞങ്ങളുടെ ചതിയോ? ഞാൻ എന്ത് ചതിച്ചു? അല്ല ചേട്ടാ, നിങ്ങളൊരു സീരിയൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ഞാൻ ചെയ്യില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു, അതിനുള്ള കാശ് പൗലോസിൻ്റെ ഉണ്ടോ? എത്ര രൂപ വേണ്ടി വരും ചേട്ടാ? ഞങ്ങൾ മിനിമം 50 ലക്ഷം രൂപ വേണ്ടി വരും. 50 ലക്ഷം ഒരു പ്രശ്നമല്ല ചേട്ടാ. ഞാൻ ഞെട്ടി. 50 ലക്ഷം രൂപയൊക്കെ മുടക്കാൻ കഴിയുന്ന ഒരാളാണ് പൗലോസ് എന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, പൗലോസ് എന്തായാലും ഞങ്ങൾ അടുത്തൊരു സീരിയൽ നമുക്ക് ആലോചിക്കാം. അല്ല ചേട്ടാ, ഈ സീരിയൽ, ഈ ചിലവളൊക്കെ ചെയ്യാൻ പോകുന്ന സീരിയൽ ഞാൻ ചെയ്യാൻ ചേട്ടാ. അടുത്തൊരു സീരിയൽ സുകുമാരൻ ഷാർജയിൽ ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പൗലോസ് ഫോൺ കട്ട് ചെയ്യും, ഞാൻ തിരിച്ചു വിളിക്കാം. ഫോൺ കട്ട് ചെയ്തു. ഞാൻ മീരയുടെ 1 മിനിറ്റ് കൊണ്ട് പുറത്തിറങ്ങി ഷാർജയ്ക്ക് വിളിച്ചു. ഞാൻ സുകുമാരൻ സാറിനോട് നടന്ന സംഭവം മൊത്തം പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, ദിനേശേ അയാൾ പ്രൊഡ്യൂസ് ചെയ്യട്ടെ, നമുക്ക് സ്റ്റുഡിയോയ്ക്ക് വർക്കും കിട്ടുമല്ലോ, ദിനേശിനും വർക്കാവുമല്ലോ, നമുക്ക് അടുത്ത സീരിയൽ ചെയ്യാം. ദിനേശ് അത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ വീണ്ടും പൗലോസിനെ വിളിച്ചു മാനന്തവാടിക്ക്. ഒരു കാര്യം ചെയ്യാം പൗലോസ്, നിങ്ങൾക്ക് ഈ സീരിയൽ ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ സീരിയലിനൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സബ്ജക്റ്റ് കണ്ടെത്തി 5 എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി 20 എപ്പിസോഡിൻ്റെ വൺലൈനും ഉണ്ടാക്കി നമ്മൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് ആ ചാനലിൽ സബ്മിറ്റ് ചെയ്യണം. ആ ചാനൽ അത് വായിച്ചിട്ട് ഈ നോവൽ കൊള്ളില്ല, അല്ലെങ്കിൽ ഇത് കൊള്ളാം, ഇത് ചെയ്യാം, നിങ്ങൾ ആരെയൊക്കെ വെച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ ഒരു ലിസ്റ്റ് കൊടുക്കും, ടെക്നീഷ്യന്മാരുടെ ഒരു ലിസ്റ്റ് കൊടുക്കും. അത് ചാനൽ അപ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ സീരിയൽ ചെയ്യാൻ, പൈലറ്റ് എടുക്കാൻ. പക്ഷെ ഞാൻ ചെയ്ത ഒരു സീരിയൽ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സീരിയലുകളും ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു കഥ കണ്ടെത്തിയിട്ട് ആ കഥയ്ക്ക് പറ്റിയ ഒരാളിനെ കൊണ്ട് തിരക്കഥ എഴുതിച്ചിട്ട് അതിന് പറ്റിയ ആർട്ടിസ്റ്റുകളെ വെച്ച്, എനിക്കിഷ്ടമുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് ഞാനത് ഷൂട്ട് ചെയ്യും.
5 എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ട് ആ കാസറ്റ് കൊണ്ടുവന്നു ചാനലിൽ കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്, 5 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ചാനലിന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള പതിവാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ പൈലറ്റ് എടുക്കാൻ ഒരു 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ചിലവാകും. ചെയ്യാൻ ചേട്ടാ,